നമസ്കാരം. ഗസയിൽ ഇസ്രായേൽ കരയാക്രമണം വ്യാപിപ്പിച്ചതോടെ ഇപ്പോൾ മരണസംഖ്യ കുത്തനെയാണ് ഉയർന്നിരിക്കുന്നത്. ഇന്നലെ മാത്രം തന്നെ 77 പേര് കൊല്ലപ്പെട്ടു എന്നായിരുന്നു അവസാനം വന്ന വാർത്തകളിൽ പ്രധാനമായി തന്നെ പറയുന്നത്. ഒരു ദിവസം കൊണ്ട് തന്നെ 77 പേർ മരിക്കുക എന്ന് പറയുന്നത് ഒരു ചെറിയ സംഭവമല്ല. അതിനെ അങ്ങനെ ചെറുതായി കാണാനും സാധിക്കില്ല. അടിയന്തര വെടിനിർത്തൽ ഉണ്ടായിട്ടില്ലെങ്കിൽ ഗസയിൽ വലിയ ദുരന്തം തന്നെ സംഭവിക്കുമെന്നാണ് ഇപ്പോൾ UN സെക്രട്ടറി ജനറൽ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. സിറിയയിലും ഇസ്രായേൽ ബോംബാക്രമണം ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നു. ഇസ്രായേൽ നിർത്താതെ തന്നെ അവരുടെ വംശഹത്യ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇവിടെ ഗസയിൽ മാത്രമല്ല, സിറിയയിലും ഇത്തരത്തിൽ ഇസ്രായേൽ പെരുമാറുമ്പോൾ ആരെയും ഭയമില്ലാത്ത രീതിയിൽ, ഒന്നിനെയും കൂസാക്കാത്ത രീതിയിൽ തന്നെയാണ് ഇസ്രായേൽ പെരുമാറുന്നതെന്ന് കൃത്യമായി തന്നെ മനസ്സിലാകുന്നുണ്ട്. അതേസമയം രാജ്യത്ത് സന്ദർശനത്തിനെത്തുന്ന നെതന്യാഹുവിന് പൂർണ്ണ സംരക്ഷണം ഒരുക്കുമെന്ന് ഹംഗറി അറിയിക്കുകയും ചെയ്തു. ഗസയിൽ ഇസ്രായേൽ നിയന്ത്രിത സുരക്ഷാ മേഖലകൾ സ്ഥാപിക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇതിന് പുറമെ പറയുകയും ചെയ്തു. കരയാക്രമണം വ്യാപിപ്പിക്കുന്നതിൽ മാത്രമല്ല, ഈ ലക്ഷ്യം മുൻനിർത്തിയാണെന്നും നെതന്യാഹു കൂട്ടിച്ചേർക്കുന്നുണ്ട്. തെക്കൻ ഗസയിൽ, അതായത് റഫ, അതുപോലെ തന്നെ വടക്ക് ബെയ്ത്ത് ഹാനൂൻ, ബെയ്ത്ത് ലാഹിയ തുടങ്ങിയ നിരവധി മേഖലകളിൽ നിന്ന് ഫലസ്തീനികളെ കൂട്ടപലായനത്തിന് നിർബന്ധിച്ചാണ് കരയാക്രമണം ഇപ്പോൾ വ്യാപിപ്പിച്ചിരിക്കുന്നത് എന്നാണ് പറയുന്നത്. ഇന്നലെ മാത്രം ഇസ്രായേൽ സേന കൊലപ്പെടുത്തിയത് 77 പേരെയാണെന്ന് വീണ്ടും കണക്കുകൾ പ്രകാരം പറയുമ്പോൾ കണക്കിൽ പെടാത്തത് എത്ര പേരെന്ന് വീണ്ടും ചോദ്യം ചെയ്യുന്നുണ്ട്. ഗസയുടെ 25% ഭൂമി പിടിച്ചടക്കുകയാണ് ഇസ്രായേലിന്റെ ഇത്തവണത്തെ ലക്ഷ്യം. അതുപോലെ തന്നെ ഈ റിപ്പോർട്ടിൽ പറയുന്ന വ്യക്തമായ കാര്യങ്ങൾ കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നു. സമ്പൂർണ്ണ വെടിനിർത്തൽ പ്രഖ്യാപിച്ചാൽ തന്നെ എല്ലാ ബന്ദികളെയും ഒന്നിച്ചു വിട്ടയക്കാമെന്ന ഹമാസ് വാഗ്ദാനം ഇസ്രായേൽ തള്ളുകയും ചെയ്തിട്ടുണ്ട്. സൈനിക നടപടിയിലൂടെ മുഴുവൻ ബന്ദികളെയും മോചിപ്പിക്കുമെന്ന് നെതന്യാഹുവും കൂട്ടെ പറഞ്ഞിട്ടുണ്ട്. ആക്രമണവും ഉപരോധവും വ്യാപകമായതോടെ ഗസയിൽ എല്ലാ ഭക്ഷണ കേന്ദ്രങ്ങളിലും തന്നെ അടയ്ക്കുകയും ചെയ്തു. ഉടൻ വെടിനിർത്തലിന് തയ്യാറാകാൻ UN സെക്രട്ടറി ജനറൽ ആന്റണിയോ ഗുട്ടറസ് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. സിറിയൻ തലസ്ഥാനമായ ദമസ്കറിലാണ് ഇസ്രായേൽ ബോംബിട്ടതെന്ന് പറയാം. അതിനിവിടെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അറസ്റ്റ് വാറന്റ് നിലനിൽക്കവേ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഹംഗറി സന്ദർശനത്തിൽ മാറ്റമില്ലെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. ICC അംഗം രാജ്യമാണെങ്കിലും നെതന്യാഹുവിന് എതിരായിട്ടുള്ള ഉത്തരവ് അംഗീകരിക്കില്ലെന്ന് ഹംഗറി വ്യക്തമാക്കിയിട്ടുണ്ട്. ഗസയിൽ കരയാക്രമണങ്ങൾ വിപുലീകരിച്ച് തന്നെ ഈ തുടർച്ചയായ ബോംബാക്രമണങ്ങളിൽ നിന്ന് 50 പേരാണ് ഗസയിൽ കൊല്ലപ്പെട്ടത്. മേഖലയിൽ തന്നെ ഇസ്രായേൽ ഉപരോധം 31ാം ദിവസത്തിലേക്ക് തുടർന്നു കൊണ്ടുപോവുകയാണ്. അധിനിവേശം ആരംഭിച്ചതിന് ശേഷമുള്ള ഏറ്റവും ദൈർഘ്യമേറിയ ഉപരോധമാണിതെന്നും നമുക്ക് തീർച്ചയായും പറയാൻ സാധിക്കും. ഇസ്രായേൽ വെടിനിർത്തൽ കരാർ ലംഘിച്ചതിനു ശേഷം 1000-ലധികം തന്നെ, പ്രത്യേകിച്ച് 1100-ലധികം തന്നെ ഫലസ്തീനികളാണ് വിവിധ ആക്രമണങ്ങളിലായി തന്നെ കൊല്ലപ്പെട്ടത് എന്ന് പറയാം. കൃത്യമായ കണക്ക് ഇതുവരെ ഒരിടത്തും രേഖപ്പെടുത്താൻ ഇവർക്കായിട്ടില്ല. ഗസയിൽ കൂടുതൽ പ്രദേശങ്ങൾ പിടിച്ചെടുക്കുമെന്നും ജനങ്ങളെ വലിയ തോതിൽ തന്നെ നിർബന്ധിതമായി തന്നെ കുടിയൊഴിപ്പിക്കുമെന്നുമാണ് ഇസ്രായേൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അൽ ജസീറ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന വിവരങ്ങളാണിത്. ഗസയുടെ മൊത്തം വിസ്തൃതിയിലുള്ള 17% അഥവാ ഏകദേശം 62 ചതുരശ്ര കിലോമീറ്ററിൽ 24 ചതുരശ്ര മൈൽ എന്ന് വ്യക്തമാക്കുന്ന ഇതിൽ ഇസ്രായേൽ ഇതിനോടകം തന്നെ പിടിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം തന്നെ നല്ലൊരു ഭൂമിയായിരുന്നു. ഈ ഭൂമി ഇപ്പോൾ ഗസയിൽ നിന്ന് നഷ്ടമായി. ഇനി ഇവർ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ വീണ്ടും പിടിച്ചെടുക്കാൻ വേണ്ടി തന്നെയാണ് ഇസ്രായേൽ കേൾക്കുന്നത്. തെക്കൻ നഗരമായ റഫയ്ക്കും ഖാൻ യൂണീസിനും സമീപമുള്ള ജനങ്ങളോട് ഒഴിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ട് ഇസ്രായേൽ സൈന്യം ഉത്തരവും പുറപ്പെടുവിച്ചിട്ടുണ്ട്. നേരത്തെ തന്നെ മാനുഷിക മേഖല എന്ന് അറിയപ്പെട്ടിരുന്ന തീരദേശ മേഖലയായ അൽ മവാസിയിലേക്ക് മാറാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ലോകത്തിലെ തന്നെ ഏറ്റവും ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങളിൽ ഒന്നായ ഗസയിലെ ജനങ്ങൾക്ക് കൂടുതൽ സമ്മർദ്ദം സൃഷ്ടിക്കുന്നതാണ് പുതിയ നീക്കം എന്ന് കൂടി പറയണം. 1,00,000-ലധികം ആളുകളാണ് ഗസയിൽ ഇസ്രായേൽ ആക്രമണങ്ങളിൽ ഇതുവരെ കൊല്ലപ്പെട്ടത്. 1,14,583 ആളുകൾക്ക് പരിക്കേറ്റിട്ടുമുണ്ട്. ആയിരക്കണക്കിന് പേരാണ് കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ തന്നെ കുടുങ്ങിക്കിടക്കുന്നത്. വേൾഡ് ഫുഡ് പ്രോഗ്രാം നടത്തുന്ന 25 എണ്ണം ഉൾപ്പെടെ ഗസയിൽ ബേക്കറികളെല്ലാം അടച്ചുപൂട്ടിയിരിക്കുകയാണെന്ന് പറയാം. ഗാസയിലേക്ക് മാനുഷിക സഹായങ്ങൾ എത്തിക്കുന്നതിനുള്ള ഇസ്രായേൽ ഉപരോധം 1 മാസത്തിലധികമായി തന്നെ തുടർന്നു പോവുകയാണ്.